കടലിനക്കരെ പോണോരെ കാനാ പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കപ്പൽ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കപ്പൽ നിറയെ കേരളത്തിന്റെ വികസനം കൊണ്ടുവരും കേരളത്തിന്റെ ഉണ്ട കൊണ്ടുവരും കേരളത്തിന് ഉണ്ട കൊണ്ടുവരും തായ്ക്കണ്ടിയിലേക്ക് കൊണ്ടുവരും കപ്പലിനകത്ത് കേരളത്തിലോട്ട് കൊണ്ടുവരും കേരളത്തിന്റെ വികസനം കപ്പല് മുതലാളി അയ്യോ കെപ്പിത്താനും കപ്പലും ഒക്കെ നിങ്ങൾക്കല്ലേ ഉള്ളത് അല്ല ഇനി ഇല്ല നിന്ന് തിരിയാൻ നേരമില്ലെന്നാണല്ലോ നമ്മൾ അറിഞ്ഞത് മുഖ്യമന്ത്രിയുടെ ആ ബിസി ഷെഡ്യൂള് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു വരുന്നു പോകുന്നു നേരമില്ല സോറി അതന്നെ എന്നാ പിന്നെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്താ പോരെ അവിടെ അങ്ങ് നിന്നുകൂടെ ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ AKG സെന്ററിന്റെ പണി ഏറ്റെടുക്കണ്ട തായ്ക്കണ്ടി കുടുംബത്തിൽ നിന്നാണോ ഖജനാവിൽ നിന്ന് കാശെടുക്കുന്നത് കണക്ക് നമ്മൾ പറയവിടോ കണക്ക് നമ്മൾ പറയവിടോ പിന്നെ അന്യനാട്ടിൽ പോകാൻ വേണ്ടിട്ട് വായു എന്തിനാണ് അന്യനാട്ടിൽ പോകുന്നത് കേരളത്തിന്റെ വികസനം 9 കൊല്ലമായിട്ട് ഇതുവരെ വികസിപ്പിച്ചു കഴിഞ്ഞില്ലേ വികസിപ്പിക്കാനുണ്ട് അതെ പൊട്ടാറായി PR കാരണം പൊട്ടാറായി കേരളം 2026 മുന്നേ അല്ല ഇതിനു മുമ്പ് ഒരു വിദേശ പര്യടനം കഴിഞ്ഞു വന്നപ്പോൾ എന്തായിരുന്നു കൊണ്ടുവന്നത് കൊട്ടനിറയെ വികസനം കൊണ്ട് വികസനം ഇല്ലായിരുന്നു അതിന്റെ കണക്ക് പുറത്തു വന്നായിരുന്നു അറിഞ്ഞായിരുന്നു നിയമസഭയിൽ നിങ്ങളുടെ മുഖ്യം തന്നെ തള്ളിയതായിരുന്നു അതേ കള്ളക്കണക്കായിരുന്നു മൊത്തം പക്ഷെ നിങ്ങളുടെ മറ്റേ ധനമന്ത്രിയും വ്യവസായ മന്ത്രിയും ഒക്കെ പറഞ്ഞത് കൊട്ടക്കണക്കിന് കൊണ്ടുവന്നായിരുന്നു കപ്പല് നിറയെ സാധനമായിരുന്നു എന്ന് വികസനത്തിന്റെ ഞങ്ങൾ കൊണ്ടുവരും കൊണ്ടുവരാതിരിക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അതിനെ കൊണ്ടുവരാതിരിക്കും എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങളുടെ തായ്ക്കണ്ടിയിലേക്ക് കാച്ചെടുത്തോണ്ട് പോകണം വിദേശത്തേക്ക് പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എല്ലാം മോനെ കണ്ടിട്ടേ വരുത്തുള്ളൂ അത് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങളുടെ തായ്ക്കണ്ടിയിലെ വിജയനല്ല മറ്റേ വിദേശത്തേക്ക് പോയിരിക്കുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ചെലവ് യാത്രാ ചെലവ് ഖജനാവിൽ നിന്നാണ് എടുക്കുന്നത് അതിന്റെ ഓരോ രൂപയ്ക്കും കണക്ക് പറയണം ഞങ്ങളുടെ മുക്കിനെ കളങ്കിതനാക്കാൻ നോക്കുന്നേ എന്ത് പറഞ്ഞോ കളങ്കിതനാക്കാൻ ശ്രമിക്കുന്നേ അയ്യോ പക്ഷെ ഇതങ്ങളൊന്നും ഞങ്ങളുടെ മുക്കിനെ ബാധിക്കില്ല അല്ലേ ബാധിക്കയില്ല അതിന് കുറച്ച് തൊലിക്കട്ടി വേണം തൊലിക്കട്ടി ഉണ്ട് അതെ വല്ലാത്ത തൊലിക്കട്ടിയാ ഞങ്ങളുടെ മകനാണെങ്കിൽ എത്ര മുറിയുണ്ടെന്ന് പോലെ അറിഞ്ഞൂടാ അല്ല പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ പോകട്ടെ അപ്പൊ ഈ സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അവിഹിതങ്ങളോ അതെ നിങ്ങൾ ഉണ്ടാക്കിയ അവിഹിതത്തിന്റെ കണക്കാണ് നമ്മൾ പറയുന്നത് ആരോപണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കളുടെ പേരിൽ ദുഷ്പേര് ഇതുവരെ മക്കളെ പറ്റി അഭിമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്തിനാണ് മക്കളെ പറ്റി അഭിമാനിക്കുന്നത് അഴിമതിക്കകത്ത് മുഴുവൻ നിങ്ങളുടെ മക്കളുടെ പേര് വരുന്നേനോ മക്കൾ ഇതുവരെ എന്തെങ്കിലും മോശം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എല്ലാ മറ്റേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പദ്ധതികളിലും എങ്ങനെയാണോ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മക്കളുടെ പേര് വരുന്നത് എന്നിട്ട് അവരുടെ പേരിൽ അങ്ങ് അവരുടെ പേരിൽ അഭിമാനിക്കുന്നു അഹങ്കരിക്കുന്ന അതെ 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 മക്കളിലൂടെ മുഖ്യൻ കണക്കാണ് നമ്മൾ ചോദിക്കുന്നത് ആ കണക്ക് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ഗുണവധികാരം ഇവിടെ പറയണ്ട കളങ്കിതനാക്കാൻ നോക്കണ്ട അത്ര പരിപാടികളൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട ഏക്കില്ല അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ അധികാരത്തിന് ഇടനാഴി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേരളമേ കണ്ടിട്ടുണ്ടോ മോളുടെ IT കമ്പനി നിയമസഭയിൽ എത്ര തവണ ചർച്ചയ്ക്ക് വന്നായിരുന്നു അല്ലല്ലോ ഇതിനു മുൻപ് കേരളം ഭരിച്ചിട്ടുള്ള വേറെ ഏത് നിങ്ങളുടെ CPM-ന്റെ തന്നെ മുഖ്യമന്ത്രിമാരുടെ മക്കളുടെ പേര് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞല്ലോ അന്വേഷണം നടത്തിക്കോളാൻ അച്യുതാനന്ദനെ പിടിക്കരുതേ അച്യുതാനന്ദന്റെ മകനെതിരെ ലോട്ടറിയുടെ ആരോപണമൊക്കെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു CBI അന്വേഷണം വെച്ചോളാൻ എന്തേ നിങ്ങളുടെ മുഖ്യൻ അങ്ങോട്ട് പറയാത്തത് മോന്റെയും പേരിൽ അന്വേഷണം പ്രഖ്യാപിച്ചോളൂ പക്ഷേ ഇവിടെ അച്ഛനും എന്തുകൂടെ അത് തന്നെ അച്ഛന്റെ മക്കളും കൂടെ ചേർന്നാണല്ലോ അപ്പൊ പിന്നെ എങ്ങനെ പരാതി കൊടുക്കാനോ നിങ്ങൾ മറ്റേ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ ഓടിക്കയറി മക്കളെ രക്ഷിക്കാൻ കേന്ദ്രത്തിലൊരു ആഭ്യന്തരമുണ്ട് കേരളം രാജ്യമല്ല സംസ്ഥാനം മനസ്സിലായോ ഞങ്ങളത് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോയി എന്ത് ഒളിച്ചും പാത്തോണ്ട് ആരും പോയി പിന്നെ വയനാടിന് വേണ്ടിട്ട് അങ്ങ് പൊള്ളി നിൽക്കുന്ന ഒരു മുഖ്യൻ പോയിരിക്കുന്നു അതിന് ആഭ്യന്തരമന്ത്രി എന്തിനാണോ കാണുന്നത് വയനാടിന്റെ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര ധനമന്ത്രി അല്ലേടോ കാണേണ്ടത് അമിത്ഷാ ആരാ ആഭ്യന്തരമന്ത്രി ഞങ്ങൾ വിചാരിച്ചു ആരെ കാണുമെന്ന് നിങ്ങളല്ല വിചാരിക്കേണ്ടത് മനസ്സിലായോ തന്നെ വിചാരിക്കുന്നത് വയനാടിന്റെ
വികസനത്തിന് കാശ് ചോദിക്കാനായിട്ട് ആഭ്യന്തരമന്ത്രിയെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ പോയി കണ്ടിരിക്കുന്നു. മികച്ച ബുദ്ധിപരമായ ചിന്താഗതി കൊള്ളാം. പിന്നെ ധനമന്ത്രി എന്തിനാ അവിടെ ഇരിക്കുന്നത്? കിഴങ്ങ് പറിക്കാനും. ധനമന്ത്രി പോയി കാണട്ടെ, ആഭ്യന്തരമന്ത്രി പോയി കാണട്ടെ. അല്ല, വയനാടിനല്ലേ പോയത്? വയനാടിന് പോയി. പിന്നെ അതിന് തുക വകയിരുത്തേണ്ടത് ധനമന്ത്രിയാണ്, അല്ലാതെ ആഭ്യന്തരമന്ത്രിയല്ല. അതിന്റെ കൂട്ടത്ത് വാഴ നനയുണ്ടേ. വാഴ മാത്രമേ നനയുന്നുള്ളൂ ഇവിടെ. ചീരകളായ കേരളത്തിലെ ജനങ്ങൾ നനയുന്നില്ല, വാഴ മാത്രമേ നനയുന്നുള്ളൂ. അത് തന്നെ, അത് നിങ്ങളെയാണ് ജനങ്ങൾ വിളിക്കുന്നത്. ഞങ്ങളല്ല അവരെ വിളിക്കുന്നത്. സുഹൃത്തുക്കളെ, സമൻസ് എന്ന് ഞങ്ങൾ കണ്ടിട്ടില്ലേ? എവിടെ കിട്ടിയോ നിങ്ങളുടെ ക്ലിഫ് ഹൗസിൽ വന്ന സമൻസ് നിങ്ങൾ അറിഞ്ഞില്ല? ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ മുഖ്യന്റെ മകൻ അതിനെ പറ്റി അച്ഛനോട് പറഞ്ഞു. അതെ, അതുകൊണ്ടാണ് മകൻ പേടിച്ചായിരിക്കും കേരളത്തിലോട്ട് വരാറില്ല. ഏച്ചൻ അങ്ങോട്ട് പോയേ കാണാറുള്ളൂ. ഏച്ചനും ഏമയും ചേച്ചിയും കൂടി അങ്ങ് വിദേശത്തേക്ക് പോയി. പുള്ളി വിദേശത്ത് ജോലി ചെയ്യല്ലേ? പിന്നെ അവന് കിട്ടാത്ത ജോലിയാണല്ലോ അവിടെ. എനിക്ക് ഓടോ അങ്ങോട്ടേ. ഒരു ബോംബ് വരുന്നുണ്ടെന്ന് ഒരാൾ പറഞ്ഞത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ അല്ലല്ല, ഈ വിവാദം വന്നതിന് ശേഷമാണല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രി ഓടിപ്പിടിച്ച് ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയത്. അല്ല, അതിന് മുന്നേ പോയി. രണ്ട് ധനമന്ത്രിയെ ഒഴിവാക്കി, നിങ്ങളുടെ മരുമോനെ വരെ കൂടിക്കാഴ്ചയിൽ നിന്ന് ഒഴിവാക്കി. മരുമോനെ കൊണ്ടുവരുന്നത് വേണമെങ്കിൽ ടൂറിസം മന്ത്രിയെ പോയി കാണട്ടെ. ആഭ്യന്തരമന്ത്രിയെ കാണാൻ മരുമോനെ വരണത്. അല്ല, മരുമോൻ ഇന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ പേഴ്സണൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് തന്നെ, അത് തന്നെ. ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ പോയാണ് കാഴ്ച നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ എവിടെ പോയി കാണുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ, കാല് പിടിക്കണമല്ലോ. അപ്പൊ ആരും കാണാത്ത സ്ഥലം വേണം. ഞങ്ങൾ കാലും കൈയും വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇരട്ടച്ചങ്കനാടാ, ഇരട്ടച്ചങ്കൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്ന്. വയനാട്ടിൽ ഇപ്പൊ കപ്പലിലെത്തും. വയനാട്ടിൽ എത്തും. നിങ്ങൾ കൃത്യമായി അത് ചോദിച്ച് മേടിക്കാൻ പോലും കഴിവില്ല. ഇവിടെ അതിൽ പോലും കൈയിട്ടവരാണ് ഇവിടുത്തെ യൂത്തിന്റെ നിങ്ങൾ പിന്നെ കൈയിട്ട് നോക്കിയതൊന്നും ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് രാഹുൽ അല്ലേ കുറെ കാലമായിട്ട് നിങ്ങൾ ഇത് പറയുന്നല്ലോ. രാഹുൽ മങ്കൂട്ടത്തിൽ കൈയിട്ട് വാരി, കൈയിട്ട് നോക്കി. നിങ്ങളുടെ കയ്യിലല്ലേടോ ആഭ്യന്തരം ഇരിക്കുന്നത്? ഒരു അന്വേഷണം അങ്ങോട്ട് പ്രഖ്യാപിക്കടോ. എന്തുകൊണ്ട് നിങ്ങൾ ഇതിലൊന്നും അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല? പിന്നെ ഞങ്ങൾക്ക് ആരോപിക്കാനല്ലേ അറിയൂ. അതെ, അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പുറത്തെ ആ കള്ളന്മാരെ ഒന്നും തൊടാനുള്ള ഒരു നടപടി എടുക്കത്തില്ല. എന്നിട്ട് അവര് കള്ളന്മാരാ. നിങ്ങളുടെ കക്ഷത്താണല്ലോ ആഭ്യന്തരം ഇരിക്കുന്നത്. ഞങ്ങളുടെ കക്ഷത്തോ ചിലപ്പോ ഞങ്ങളുടെ പക്ഷത്തോ ഇരിക്കാം. നിങ്ങൾക്ക് എന്ത്? ഞങ്ങൾ തീരുമാനിക്കാം ആർക്കെതിരെ അന്വേഷിക്കണമെന്ന്. ഉള്ളിസൂര്യയുടെ ഉള്ളി അന്വേഷിച്ചിട്ടില്ല. പിന്നെയാണ് ഞങ്ങൾ. അത് നിങ്ങൾ എന്താ അന്വേഷിക്കാൻ? ആഭ്യന്തരം നിങ്ങളുടെ കയ്യിലല്ലേ? എന്താ ഉള്ളിസൂര്യ വെറുതെ വിട്ടത്? പിന്നെ വെറുതെ കുഴൽപ്പണം കൊണ്ടുവന്നത് കൃത്യമാണെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് എന്താ നിങ്ങൾ ഉള്ളിസൂര്യയെ തൊടാത്തത്? പിന്നെ പേടിക്കണം. അതെ, പേടിയാണ്. തൊടാൻ കഴിയില്ല. അതെ, ഞാൻ പറഞ്ഞില്ലേ, BJP നേതാക്കളെ കാണുമ്പോഴത്തേക്ക് ഇവരുടെ മുഖിൽ മുണ്ടടിക്കും. അതെ, പ്രതിപക്ഷ നേതാവ്. എന്നിട്ട് മറ്റേ ഇരട്ടച്ചങ്കനാണ് പറയിച്ചേ. അതാ നമുക്ക് വയ്യാത്തത്. പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയല്ലേ അവിഹിതോന്ന് BJPയും കൂടി. അതന്നെ. അപ്പൊ നിങ്ങള് മറ്റേ തലയെ മുണ്ടിട്ട് അവരുടെ മാരാർജി ഭവനിൽ പോയി കാണുന്നത് ആരും അറിയുന്നില്ലെന്നാണ് നിങ്ങളുടെ വിചാരം? ഇങ്ങനെ കനവശം പറയാമോ? അവിടെ ആർക്കൊക്കെ തമ്മിലാണ് അവിഹിതം റിസൾട്ട് വരുമ്പോ അറിയാം. 2026 ഞങ്ങൾ ജയിക്കുമല്ലോ, അപ്പൊ അറിയാം ആർക്ക് തമ്മിൽ ബാന്ധവം. ആര് തമ്മിൽ ബാന്ധവം? ഇവിടെ BJPയുടെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസ് വിമുക്ത ഭാരതം. അപ്പൊ പിന്നെ കോൺഗ്രസിന് എങ്ങനെയാണോ അവര് കൂടെ ചേർക്കുന്നത്? അത് ചുമ്മാ പറയണത്. അതിന്റെ ബാനറില് കോൺഗ്രസുമായിട്ട് അവർ അതെ ആരാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിലോട്ട് ഓടുമ്പോ പിന്നെ മന്ത്രിക്ക് ഡൽഹി പോകണം. പെട്ടെന്നാണ് ഓർമ്മ വന്നത് വയനാടിന് വേണ്ടി 2 കാശ് ചോദിക്കണോ. അതെ, മുഖ്യമന്ത്രി ഇതുവരെ ഇറങ്ങി പുറപ്പെട്ടു. ഇറങ്ങി അങ്ങോട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ അത് നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. CPM തമ്മിലുള്ള അത് അവിടെ നിൽക്കട്ടെ. മറ്റേ വിദേശത്തേക്ക് പോയ വകയിൽ എന്താ ഇനി കൊണ്ടുവരാനിരിക്കുന്നത്? തൊലിച്ച കപ്പലണ്ടിയോ? ഞങ്ങൾ വികസനം നടപ്പിലാക്കും. നിങ്ങൾ അവിടുത്തെ എങ്ങോട്ട് പോയത്? ഗൾഫിലോ പോയത്? ഗൾഫ് മോഡൽ ഇവിടെ UAE, മറ്റേ അബുദാബി എന്നിവിടങ്ങളിൽ നിരങ്ങാനാണ് പോയിരിക്കുന്നത്. തൊലിച്ച കപ്പലണ്ടി അല്ല കൊണ്ടിരുന്നത്, കുരുവില്ലാത്ത ഈന്തപ്പഴം. അതാകുമ്പോ തിന്നാൻ എളുപ്പമുണ്ടല്ലോ. കുരു എടുത്ത് കളയുന്ന ഒരു ഡിസ്റ്റർബൻസ് ആയത് കാരണം ഇത്തവണ പോയിട്ട് വന്നിരിക്കുന്നത് കുരുവില്ലാത്ത ഈന്തപ്പഴമായിരിക്കും. ആ ഒരു വികസന മാതൃകയാണ് കൊണ്ടിരുന്നത്. അതാകുമ്പോ തിന്നാൻ എളുപ്പമാണ്. ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ഈന്തപ്പന കയറാൻ പോയി. അതിന്റെ ഫുഡ് മാർക്ക് ഞങ്ങൾ കേരളത്തിൽ പതിപ്പിച്ചിട്ടുണ്ട്. എന്താ ഇവിടെ പോയിട്ട് വന്നപ്പോൾ അതെ, ആ റോഡ് നിങ്ങൾ കാണുന്നില്ലേ സുഹൃത്തുക്കളെ? അങ്ങനെയില്ല,
റോഡ് ഏതാ തോടേതാന്ന് അറിയാം, അതാണ് ഡച്ച് മാതൃക. നമുക്ക് മറ്റേ വേനൽക്കാലത്ത് റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കാം, മഴക്കാലമാകുമ്പോൾ നമ്മൾക്ക് കപ്പലും ബോട്ടും ഒക്കെ കൊണ്ടുപോകും. മികച്ച മാതൃകയാ. ഞങ്ങൾ നല്ല റോഡ് നിങ്ങൾ കാണാത്ത ഞങ്ങൾ. അതായത് റോഡ് നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാമെന്ന് കാണിച്ചു തന്ന ഒരേ ഒരു സർക്കാർ. നോർവേ പോയി, നോർവേ മോഡൽ തണുപ്പിലാക്കി. എന്തായിരുന്നു കൊണ്ടുവന്നത്? നോർവേ മോഡൽ പ്രളയം ശേഷം പ്രളയം വന്നോ? എത്ര തവണ വന്നിരിക്കുന്നു? വയനാട് ദുരന്തം ഉണ്ടായത് എങ്ങനെയായിരുന്നു? പിന്നെ പ്രളയമാണ്, അത് ഉരുൾപൊട്ടൽ. അത് ഇതൊക്കെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളാണ്. പ്രളയം വേറെ, ഉരുൾപൊട്ടലാണ്. അതെ അതെ. ആളവിടെ നിൽക്കട്ടെ. മറ്റേ നിങ്ങളുടെ പി രാജീവ് പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്തായി? അതെന്തോന്ന്? നിങ്ങളുടെ പി രാജീവ് അല്ലേ പറയുന്നത്? മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയാൽ ഉടനെ പറയും വികസനം കൊണ്ടുവരുന്നു എന്ന് പറയും. എല്ലാ മാതൃകയും നമ്മൾ ഇവിടെ നടപ്പാക്കുമെന്നൊക്കെയാണ് പി രാജീവ് പറയുന്നത്. ഞങ്ങൾക്ക് നടപ്പിലാക്കി തീർന്നില്ല, ഇനി നടപ്പിലാക്കുന്നുണ്ട്. ഇറങ്ങാറായി. 5 വർഷം തന്നാലും എടുത്ത് ഗൾഫിലെ മാതൃക. അതെ അതെ. എന്താ ഇവിടെ ഈ മണലാരണ്യമാക്കുന്നോ? ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ മണൽ കൊണ്ടുപോയി. അതെ, ഇനി ഇവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് മൊത്തം മണലാരണ്യമായിരിക്കും. നമ്മളെല്ലാം ചത്തൊടുങ്ങും വന്നു. ഇനി 5 വർഷം കൂടെ കൊടുത്താ. നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ മാനവരെ? മാനവര് വിശ്വസിക്കുന്നുണ്ട്. പുറത്തോട്ട് ഇറങ്ങി നോക്കൂ. മാനവര് നിങ്ങളെ തന്തയ്ക്ക് വിളിക്കുന്ന കേൾക്കുന്നില്ലേ? സെക്രട്ടേറിയറ്റിലും ഉള്ള അയ്യപ്പ ഭക്തന്മാരും എന്നെല്ലാം വളഞ്ഞിട്ട് തെറി. മറ്റേ ഇന്ന് കൊള്ളാന്ന് വരെ ആയിട്ടുണ്ട്. ശബരിമല എന്താ പറഞ്ഞത്? സ്വർണ്ണ കൊള്ള കേസ്. ഇന്നലെ വരെ സ്വർണ്ണപ്പാളി വിവാദം എന്നായിരുന്നു, ഇന്നിപ്പോ സ്വർണ്ണ കൊള്ള കേസായി. എങ്ങനെ പറയാതിരിക്കും? നിങ്ങളുടെ മുൻ മന്ത്രി മറ്റേ ജി സുധാകരൻ വരെ പറയുന്നു ചക്കരക്കൂടെ ആവുമ്പോ ആരാ കൈയിട്ട് നിൽക്കാത്തതെന്ന്. സുധാകരനെ ഒന്നും പറയണ്ട. അല്ല, മൊത്തത്തിൽ അയ്യോ AK ബാലനും സജി ചെറിയാനും ഒക്കെ കൂടെ സുധാകരനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടമല്ലേ നടക്കുന്നത്? മുഖ്യമന്ത്രി ഒന്ന് ഗൾഫിലേക്ക് പോയി, ഇവിടെ കൂട്ടത്തെറിവിളിയും അടിയും തുടങ്ങി. വാക്കുകൾ തമ്മിലുള്ള അന്തരംഗം അത്രയേ ഉള്ളൂ. അതെ, വാക്കുകൾ തമ്മിലുള്ള അന്തരംഗത്തിൽ ഇച്ചിരി മായിലേ കോയിലേ മുകിലേ മലരെ വിളികൾ വരുന്നു. വീഡിയോ സെഷൻ പറയല്ലേ, നമ്മൾ അതമ്പതിച്ചു പോയിന്ന്. കൂടെയുള്ളവർ അതപ്പതിച്ചു പോയി. അങ്ങനെ പോയി. ഞങ്ങൾ കൂടെയുള്ളവരെ പോലും ആക്രമിക്കുന്നു. അതപ്പതിക്കുക എന്നൊരു പ്രസ്താവന വി.ഡി. സതീശൻ നടത്താൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രസ്താവന അങ്ങനെ ഇവരെ അഭിസംബോധന ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അതിലും മോശപ്പെട്ട വാക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കിടയിൽ വാക്കില് ചെറിയ പരനാറി. അതെ അതെ, മറ്റേ പരനാറി. ഞങ്ങൾ ബി.ജെ. സുധാകരനും മറ്റെല്ലാ സജി ചെറിയാനും തമ്മിൽ വാക്കുകൾ തമ്മിലുള്ള സംഘടന അത്രയേ ഉള്ളൂ. ഒന്നുമില്ല, ഒന്നും പേരിപ്പിച്ച് കയറ്റണ്ട, ഒന്നുമില്ല. അത് അവർ സെറ്റ് ആയിക്കോളും, പറഞ്ഞു സംസാരിച്ച് തീർത്തോളൂ. അതെ അതെ അതെ. ആലപ്പുഴ CPM-ൽ കൂട്ടടി നടക്കുകയാണെന്നുള്ളത് സുധാകരന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ചുമ്മാ നമ്മുടെ ഐക്യത ആലപ്പുഴ CPM-ൽ ഗുണ്ടായിസമാണ് എന്നാണ് ജി സുധാകരൻ. നമ്മൾ ഐക്യത അവർക്ക് പിടിക്കുന്നില്ല, അതുകൊണ്ടുള്ള ചൊറി മൈൻഡാക്കണ്ട. ഞങ്ങൾ ഒന്നിച്ച് നിന്ന് 2026 തിരഞ്ഞെടുപ്പ് നേരിടും, ജയിക്കുകയും ചെയ്യും. അതിന് മുന്നേയുള്ള ഇത് വലിയ ഇങ്ങനെ പർവ്വതീകരിക്കുന്നുണ്ടല്ലോ, ഒന്നുമില്ല. എന്ത് ശബരിമലയിലെയോ? അയ്യോ, അതല്ല, ഞങ്ങളുടെ കൂട്ടുകാരി പർവ്വതീകരിക്കുന്നതാണ് ചുമ്മാ. പിന്നെ സ്വർണ്ണ കവർച്ച കേസ് ആരും പേടിക്കണം, പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ഞങ്ങൾ പരസ്പരം തന്തയ്ക്ക് വിളിക്കും, ഇന്ന് ഞങ്ങൾ കെട്ടിപ്പിടിക്കും, നാളെ ഞങ്ങൾ വീണ്ടും തെറി വിളിക്കും, മറ്റന്നാൾ ഞങ്ങൾ കെട്ടിപ്പിടിക്കും. അതാണ് ഞങ്ങളുടെ നിലപാട്. കോൺഗ്രസ് വേദിയും തുറന്ന് ഇവിടെ സഖാക്കന്മാരെ വിളിക്കായിരിക്കും. ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ തീർക്കും. വേദിയും തുറന്ന് വെച്ച് വിളിക്കാം, ഞങ്ങൾക്കിടയിൽ പ്രശ്നം. അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മാന്യവരെ. അണ്ണാക്കിലെ പിരിവെട്ടിയപ്പോഴാണ് മുഖ്യമന്ത്രി നിന്ന നിപ്പിൽ വിദേശത്തേക്ക് പോയിരിക്കുന്നത്. മകന്റെ സമൻസ്, ED സമൻസ്, ശബരിമല തുടങ്ങിയ ഇത്യാദി കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു ഒരക്ഷരം മിണ്ടാതെ കപ്പിത്താൻ പോയത്. വീണ ജോർജിനോട് ചോദിക്കാനുള്ളത്, കപ്പൽ ആടുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങളുടെ മുഖ്യൻ ഒന്നും മിണ്ടാതെ ഒളിച്ചോടാ? ഒന്നും മിണ്ടാതാ പോയേക്കുന്നത്. ശബരിമല വിഷയത്തിൽ കൃത്യമായ മറുപടി സ്വർണ്ണ കവർച്ച കേസിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്തിനു പേടിക്കണ്ട? അയ്യോ, ഇതുപോലൊരു പേടിക്കണ്ടെന്ന് നിങ്ങൾ കരുവന്നൂർ കേസിൽ പറഞ്ഞായിരുന്നു. ആ ഉറപ്പല്ലേ കുറുപ്പേ? അന്വേഷണം പൂർത്തിയാകട്ടെ, അതുവരെ ഒന്ന് സമാധാനം ഇരിക്കൂ. വിലങ്ങണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് ആരാണ്? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ 2019 മുതലുള്ള ദേവസ്വം ബോർഡിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണത്തെ നിങ്ങൾ പേടിക്കുന്നത്? പേടിയെന്ന് ആര് പറഞ്ഞു?
അന്വേഷണം നടക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് 30 വർഷത്തെ അന്വേഷണം നടക്കട്ടെ. 2019 തൊട്ടുള്ളത് ഇങ്ങോട്ട് എടുക്കാൻ എന്താ നിങ്ങൾക്ക് പേടി? ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നപ്പോ തൊട്ടുള്ളത് ഇങ്ങോട്ട് എടുക്കാൻ എന്താ ഇത്ര ഭയം? എപ്പോഴാണ് കൊടുത്തത്? അയ്യ, വിജയ് മല്യ കൊടുത്തത് അവിടെ നിക്കട്ടെ. എടുത്തോണ്ട് പോയപ്പോ മുതലാണല്ലോ വിവാദം വന്നത്. അപ്പൊ ഈ 2019 മുതലുള്ള അന്വേഷിക്കാൻ എന്താ നിങ്ങൾക്ക് ഇത്ര വിറയല്? പിന്നെ ആരോ എന്തോ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലോ? അതെ അതെ അതെ. പിണറായിയെ ഭരണത്തിൽ നിന്ന് ഇറക്കാൻ സാക്ഷാൽ അയ്യപ്പൻ സ്വർണ്ണപ്പാളി എടുത്ത് വിറ്റതാണ്. അല്ല, ചിലപ്പോ ഞാൻ പറയുന്നത് അതാ ആ പോയിന്റിലേക്കാ വരുന്നത്. മുന്നേ ഉണ്ടായിരുന്നല്ലോ കുറച്ച് കൂട്ടര് ഭരിച്ചിരുന്നല്ലോ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് 2019 മുതലുള്ള കഥ ആദ്യം അത് നിങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ? ആർജവമുണ്ട്. CBI വരണമെന്ന് പറയുമോ? ഇല്ല. അതെന്താ? അയ്യോ, കേന്ദ്ര ഏജൻസികൾ, കേന്ദ്രം അവിടെയും നിങ്ങളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ല, പിന്നെ ചെല്ല് മതി അഴുകിയത്, പോയി ഈന്തപ്പഴം തൊലിക്ക്. ഒലിക്കട മൂട്. ഒലക്കട മൂട്.